ശീലം നിർത്താറായില്ലേ ക്രിസ്റ്റിക്ക്? പിന്നെ ഞാൻ എന്ത് വേണം? ഇതിനകത്തിരുന്ന് ബോറടിച്ച് മരിക്കണോ? ഇവിടെ വന്നിട്ട് ദിവസങ്ങൾ എത്രയാണെന്നറിയോ? പ്രഭേട്ടൻ ഇപ്പൊ ഇലക്ഷന്റെ തിരക്കില്ല. എന്നാൽ അതിന്റെ ഇടയിൽ എങ്ങനെങ്കിലും ഡീൽ ചെയ്തോളാന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. എന്തിന് പ്രഭാകരൻ? നീ നിന്റെ അച്ഛനോട് വിവരം പറയുന്നു, ഇറങ്ങിപ്പോരുന്നു. എനിക്കിനി കാത്തു നിൽക്കാൻ വയ്യ. ഇവിടുത്തെ ബ്ലഡി റാസ്കൽസിന്റെ നോട്ടോ ഉപദേശവും. ക്രിസ്റ്റി വിചാരിക്കുന്നത് പോലെ അത്ര മോശം ആളുകളല്ല. ക്രിസ്റ്റി ഇവിടെ താമസിപ്പിക്കുന്നത് തന്നെ അവരുടെ നന്മയാ. എനിക്ക് ആ നന്മ തിരിച്ചറിയേണ്ട ഒരു കാര്യമില്ല. ഇവരെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒന്ന് പതുക്കെ പറ. ഏത് നിമിഷവും എന്റെ കൂടെ ഇറങ്ങി വന്നോളാമെന്ന് നിന്റെ വാക്കുള്ളതാ. അത് വിശ്വസിച്ച ഞാൻ വിഡ്ഢിയായി. എന്നിട്ടിപ്പോ നിന്റെ അച്ഛന്റെ അനുവാദം കാത്ത് ഞാനിവിടെ കെട്ടിക്കിടക്കണം അല്ലേ? ഇങ്ങനെ കഴിയാൻ എനിക്ക് പറ്റില്ല. ഞാൻ തിരിച്ചു പോയേക്കാം. ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക്. ക്രിസ്റ്റി എന്താ ഒരു സ്ട്രേഞ്ചറെ പോലെ പെരുമാറുന്നത്? യു ആർ ബിഹേവിംഗ് ലൈക്ക് എ സ്ട്രേഞ്ചർ, നോട്ട് മീ. അമ്മ മരിച്ചതിന് ശേഷം എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ അച്ഛനാ. എങ്ങനെ അച്ഛനോട് ഞാൻ? Then what are you going to do? എന്നെ ഒഴിവാക്കുമോ അതോ നിന്റെ അച്ഛനെ ഒഴിവാക്കുമോ? ക്രിസ്റ്റി, അതുകൊണ്ടാ ഞാൻ പ്രഭേട്ടനോട്. Stop it, bloody bitch. ആരാടി പ്രഭേട്ടൻ? വന്ന് കേറിയപ്പോ മുതൽ കേൾക്കാൻ തുടങ്ങിയ പേരാ. അവനെ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണോ നിനക്ക് എന്റെ കൂടെ വരാൻ വിഷമം? അതോ നീയും അവനുമായിട്ടും? Stop it. ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഒപ്പിട്ട ബലത്തിലാണ് ഇത്രയും പുലപ്പ്യം പറയുന്നതെങ്കിൽ ഓർത്തോളൂ. അതിന് 6 മാസത്തെ വാലിഡിറ്റി ഉള്ളൂ. ആ എഗ്രിമെന്റിൽ നിന്ന് പിന്മാറാൻ നമ്മളിൽ ആർക്കും എപ്പോഴും അവകാശമുണ്ട്. What the hell are you talking, bitch? വേണമെങ്കിൽ ക്രിസ്റ്റിക്ക് തിരിച്ചു പോകാമെന്ന് തന്നെ. You dirty boy. തൊട്ടുപോകരുത്. ഇത് ഞാൻ എന്റെ മകന് താമസിക്കുന്ന വീടാ. ഇവിടെ വെച്ച് ഇതൊന്നും നടക്കില്ല. രഞ്ജിനി, വേണ്ട. മയക്കുമരുന്നിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു പുതിയ ജീവിതത്തിന് എന്റെ മുമ്പിൽ കെഞ്ചിയ ക്രിസ്റ്റി ഉണ്ടായിരുന്നു. അത് നിങ്ങളല്ല. മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ജീവിതം മുഴുവൻ ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പ് വേണമെന്ന് നിങ്ങൾ കരഞ്ഞു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അന്ന് രജിസ്റ്റർ മാരേജിന് ഞാൻ വഴങ്ങിയത്. അത് തെറ്റായിരുന്നു എന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ ആഗ്രഹിച്ചത് നടക്കാതിരുന്നിട്ടില്ല. നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അത് ഞാൻ നടത്തും.